നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് പ്രഖ്യാപിച്ചു. നമ്മൾ ഇലക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു ഉടനെ തന്നെ വരും എന്നുള്ളത്. പക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനത്തിന്, ഡിക്ലറേഷൻ തൊട്ട് ഇലക്ഷൻ നടക്കുന്ന ദിവസം വരെ വളരെ ചുരുങ്ങിയ സമയമാണ്. നമുക്കറിയാം, ഇലക്ഷൻ പ്രഖ്യാപിച്ചു, അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നോമിനേഷൻ കൊടുത്തു. ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുന്ന ദിവസം. പക്ഷെ ആ ഇലക്ഷൻ നടക്കുന്ന ദിവസം ഏപ്രിൽ 9 എന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് അച്ചാച്ചൻ്റെ ഓർമ്മയാണ്. കാരണം ആ ഏപ്രിൽ 9 എന്ന് പറയുന്നത് വെറും ഒരു ദിവസമല്ല, അതൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, അച്ചാച്ചൻ പാലായോട്, കേരളത്തിനോട് വിട പറഞ്ഞ ദിവസമാണ്. ഞാനൊന്ന് ഓർക്കുന്നത്, ലേക്ക് ഷോറുകൾ ഞങ്ങളെല്ലാവരും ആ നിമിഷം ഞങ്ങളെല്ലാവരും അച്ചാച്ചൻ്റെ സമീപത്തുണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾക്കകം മാണി സാറ് നിങ്ങളോടൊക്കെ, അച്ചാച്ചൻ നിങ്ങളോടൊക്കെ വിട പറയും എന്നാണ്. അപ്പം ഞങ്ങൾ അച്ചാച്ചൻ അന്തരിച്ചതിന് ശേഷം ആ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാനലുകളിലൊക്കെ ഒരു വാർത്ത, ഒരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. ആ തലക്കെട്ടിൽ തേച്ച് പറഞ്ഞത്, പാല അനാഥമായി KM മാണി വിട പറഞ്ഞു എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ 7 വർഷക്കാലമായി പാല അനാഥമായി തന്നെ കണ്ടു എന്നുള്ളതാണ്. അത് അച്ചാച്ചൻ്റെ അസാന്നിധ്യം കൊണ്ടുള്ള ആ ഒരു അനാഥമായിട്ടുള്ള ഒരു സ്ഥിതിയല്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് പാല എല്ലാ കാര്യത്തിലും മാതൃകയായിട്ട് നിന്നിട്ടുണ്ട്. വികസന കാര്യത്തിൽ മാതൃകയായിട്ടുണ്ട്, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ മാതൃകയായിട്ടുണ്ട്. ഇന്ന് സാംസ്കാരിക മേഖലയിൽ, അതുപോലെ തന്നെ കലാ മേഖലയിൽ, സ്പോർട്സ് മേഖലയിൽ എല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളിലുള്ള മലയാളികൾക്കിടയിൽ പാലായെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയതെല്ലാം പാലായാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ പാലാക്കാരനാണെന്ന് പറയുമ്പോൾ പാലായുടെ വിശേഷണങ്ങൾ മറ്റുള്ളവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. അതിൻ്റെ റോഡും പാലവും കുടിവെള്ളവും അവിടെയുള്ള ആളുകളെ പറ്റിയുമെല്ലാം. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ പാല, നമുക്ക് കിട്ടിയ ആ പെരുമ, നമുക്ക് കിട്ടിയ പ്രതാപം പതുക്കെ മങ്ങലേറ്റിരിക്കുകയാണ്. തിളങ്ങി നിന്ന പാല ഇന്ന് തലകുനിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം ഏത് വികസന കാര്യങ്ങളുണ്ടായാലും ആ വികസന കാര്യത്തിൽ ആദ്യമേ വരുന്നത് പാലായിലേക്കാണ്. നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് BMBC എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തുടക്കം കുറിച്ചത് പാലായിലാണ്. അത് മാത്രമല്ല, നമുക്ക് റിംഗ് റോഡ്, ഇവിടെ ഒരു ബൈപ്പാസ് നമുക്കുണ്ടാകാം, പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് ഒരു റിംഗ് റോഡ് എന്നുള്ള സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നത് മറ്റ് പട്ടണങ്ങളിൽ പോലും, ഇന്ന് കോട്ടയം പട്ടണത്തിൽ പോലും നമുക്കൊരു ബൈപ്പാസ് ഇല്ലാത്തൊരു ഘട്ടത്തിൽ റിംഗ് റോഡിന്റെ സങ്കല്പം വരുന്നതും, സ്പോർട്സുമായി ബന്ധപ്പെട്ട് സിന്തറ്റിക് ട്രാക്ക് വരുന്നതും, ഇങ്ങനെ ഓരോന്ന് ഏറ്റെടുത്ത് നോക്കുമ്പോൾ പറഞ്ഞാൽ തീരിയലാത്ത രീതിയിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. അവിടെയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടുള്ള വികസനം എല്ലാം വേണം. റോഡും പാലവും ഹൈമാസ് ലൈറ്റും, അതോടൊപ്പം തന്നെ വെയിറ്റിംഗ്. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ വികസനം മാത്രമല്ല, നാളെ ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കുള്ള കാണിച്ചു കൊടുക്കുവാനും, തൊട്ട് കാണിക്കുവാനും, ചൂണ്ടിക്കാണിക്കുവാനുള്ള വികസന പദ്ധതികൾ നമുക്ക് കാണിച്ചു കൊടുക്കണം. അവിടെയാണ് നമ്മുടെ പുറകോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ പാലായുടെ സുവർണകാലം അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒരു ശ്രമമാണ്. അത് ഇപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു.